ഇന്ത്യക്കാർ കൂടുതലും പ്രമേഹ രോഗികളായതിനാൽ നിശബ്ദ ഹൃദയാഘാതം ഉണ്ടാകാതിരിക്കാൻ എന്തൊക്കെ ശ്രദ്ധിക്കണം? ഇന്ത്യക്കാർക്ക് ഹൃദയ സംബന്ധമായ അപകട സാധ്യതകൾ കൂടുതലായതിനാൽ നിശബ്ദ ഹൃദയാഘാതത്തെക്കുറിച്ച് അവർ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. അത്തരം സാഹചര്യങ്ങളിൽ രോഗികൾ തങ്ങൾക്ക് ഹൃദയാഘാതം ഉണ്ടായതായി തിരിച്ചറിയുന്നില്ല. കാരണം അത് അറിയപ്പെടുന്ന ലക്ഷണങ്ങളിലൂടെ പ്രകടമാകില്ല. കൈ, കഴുത്ത്, താടിയെല്ല്, നെഞ്ച് എന്നിവയിൽ കുത്തുന്ന വേദന, തലകറക്കം, ഉത്കണ്ഠ, വിയർപ്പ് എന്നിവയാണ് പൊതുവായ ഹൃദയാഘാത ലക്ഷണങ്ങൾ. എന്നാൽ ഇവ പതിവ് ഗ്യാസിന്റെ പ്രശ്നങ്ങളായി തെറ്റിദ്ധരിക്കപ്പെടാം. പ്രത്യക്ഷമായാലും നിശബ്ദമായാലും മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ എന്ന് വിളിക്കുന്ന ഹൃദയാഘാതം മൂലം ഹൃദയത്തിന് സംഭവിക്കുന്ന കേടുപാടുകൾ ഒന്നു തന്നെയാണ്. ഇത് ആളുകൾക്ക് മനസ്സിലാകുന്നില്ല. കണ്ടെത്താനായില്ലെങ്കിൽ ഈ അവസ്ഥയെ അഭിസംബോധന ചെയ്യാനോ ചികിത്സിക്കാനോ കഴിയില്ല. മറ്റെന്തെങ്കിലും അസ്വസ്ഥതകൾ ഉണ്ടായെന്ന് പരിശോധിക്കുന്നതുവരെ പല രോഗികൾക്കും അവരുടെ ഹൃദയകോശങ്ങളുടെ കേടുപാടുകൾ എത്രയാണെന്നും മനസ്സിലാകുന്നില്ല. കൂടാതെ അവർക്ക് യഥാർത്ഥത്തിൽ ഹൃദയാഘാതം സംഭവിച്ചിട്ടുണ്ടെന്ന് അന്വേഷണത്തിൽ നിന്ന് മനസ്സിലാകും. ചില ലക്ഷണങ്ങൾ വളരെ നിസ്സാരമാണ്. എല്ലാ അസുഖങ്ങൾക്കും കുടലിനെ കുറ്റപ്പെടുത്തുന്ന ഒരു പഴയ സംസ്കാരത്തിന്റെ ഭാഗമായി ആളുകൾ ഗ്യാസ്, ആമാശയം, ദഹനക്കേട് എന്നിവയ്ക്ക് പഴി നൽകി ആശ്വസിക്കുന്നു. 1-2 സമൂസ കഴിച്ചതുകൊണ്ട് മാത്രം രോഗലക്ഷണങ്ങൾ തെറ്റിദ്ധരിച്ചതായി പല രോഗികളും പറഞ്ഞിട്ടുണ്ട്. ചുരുക്കത്തിൽ ലക്ഷണങ്ങൾ അസാധാരണമാണ്. 2015 നവംബർ 10 അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷൻ ചാനൽ നടത്തിയ ഒരു പഠനം 45-നും 84-നും ഇടയിൽ പ്രായമുള്ള ഏതാണ്ട് 2000-ഓളം ആളുകളെ പരിശോധിച്ചു. അവർക്ക് പരിശോധനയ്ക്കിടെ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ ഇല്ലായിരുന്നു. എന്നാൽ ഒരു ദശാബ്ദത്തിനുള്ളിൽ 8% പേർക്ക് മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ ഉണ്ടായിരുന്നു. ഇത് ഹൃദയാഘാതത്തിന്റെ തെളിവാണ്. ഇവരിൽ 80% പേർക്കും തങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് അറിയില്ലായിരുന്നു. നിശബ്ദ ഹൃദയാഘാതം അനുഭവിക്കാൻ കൂടുതൽ സാധ്യതയുള്ളവർ ആരാണ്? മിക്ക പ്രമേഹ രോഗികൾക്കും നേരിയ ലക്ഷണങ്ങൾ പോലും അനുഭവപ്പെടില്ല. കാരണം അവരുടെ ഞരമ്പുകൾ പ്രതികരിക്കുന്നില്ല. അതോടൊപ്പം വേദനാ പ്രേരണകൾ പുറപ്പെടുവിക്കുന്നില്ല. പുരുഷന്മാരെക്കാൾ നിശബ്ദ ഹൃദയാഘാതം സ്ത്രീകൾക്ക് കൂടുതലാണ്. ചില ആളുകൾക്ക് വേദനയുണ്ടായാലും അവരുടെ അസ്വസ്ഥത ചെറുതായി തള്ളിക്കളയാം. ഹൃദയാഘാതത്തിന്റെ നേരിയ ലക്ഷണങ്ങൾ, പ്രത്യേകിച്ച് ചെറിയ വേദനകൾ എന്നിവയെക്കുറിച്ച് അറിയാത്തവരുമുണ്ട്. ഹൃദയത്തിലേക്കുള്ള രക്തപ്രവാഹത്തിന്റെയും ഓക്സിജന്റെയും അഭാവം സാധാരണ ലക്ഷണങ്ങൾ ഉണ്ടാക്കാത്ത കാർഡിയാക് ഇസ്കിമിയുടെ ചില കേസുകളിൽ ഇത് സംഭവിക്കുന്നു. ഒരു കൊറോണറി ആർട്ടറി പെട്ടെന്ന് ബ്ലോക്ക് ആവുമ്പോൾ അസ്വസ്ഥത ആരംഭിക്കുന്നു. നിങ്ങൾക്ക് സൈലന്റ് ഹാർട്ട് അറ്റാക്ക് ഉണ്ടെന്ന് എങ്ങനെ അറിയാൻ സാധിക്കും? നിങ്ങളുടെ വയറിന്റെ മുകൾ ഭാഗത്തോ നെഞ്ചിന്റെ മധ്യഭാഗത്തോ നിങ്ങൾക്ക് മുമ്പ് ഉണ്ടായിട്ടില്ലാത്ത അസാധാരണമായ ലക്ഷണങ്ങൾ അനുഭവപ്പെടുകയും അവ 20 മിനിറ്റിലധികം നേരം തുടരുകയും ചെയ്യുമ്പോഴെല്ലാം ഡോക്ടർമാരെ സമീപിക്കണം. സ്വയം രോഗനിർണയത്തിന് പോകരുത്. ഒരു ECG ചെയ്യൂ. ഇതിന് കൂടുതൽ സമയമെടുക്കുന്നില്ല, ചെലവേറിയതുമല്ല. ഉറപ്പാക്കാൻ ട്രോപ്പോണിൻ T അല്ലെങ്കിൽ ട്രോപ്പ് T ടെസ്റ്റ് നടത്തുക. ഇത് രക്തത്തിലെ ട്രോപ്പോണിൻ T അല്ലെങ്കിൽ ട്രോപ്പോണിൻ I പ്രോട്ടീനുകളുടെ അളവളക്കുന്നു. ഹൃദയപേശികളെ തകരാറിലാക്കുമ്പോൾ ഈ പ്രോട്ടീനുകൾ പുറത്തുവരുന്നു. ഹൃദയത്തിൽ കേടുപാടുകൾ സംഭവിക്കും തോറും രക്തത്തിൽ ട്രോപ്പോണിൻ Tയുടെ അളവ് കൂടും. ഇതൊരു ഹൃദ്രോഗ സാഹചര്യത്തിന്റെ ഉറപ്പായ അടയാളമാണ്. നടക്കുമ്പോഴോ ആയാസകരമായ ജോലികൾ ചെയ്യുമ്പോഴോ ഇത്തരം അസ്വസ്ഥതകളോ സമാനമായ ലക്ഷണങ്ങളോ പ്രത്യക്ഷപ്പെടുകയും നിങ്ങൾ നിർത്തി വിശ്രമിക്കുമ്പോൾ അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നുവെങ്കിൽ ഇവ ഹൃദയവുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പ് അടയാളങ്ങളാണെന്ന് മനസ്സിലാക്കുക. ഇന്ത്യക്കാർക്കിടയിലെ പ്രതിരോധ നടപടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 35 വയസ്സിന് മുകളിലുള്ള ഓരോ ഇന്ത്യക്കാരനും വാർഷിക ഹൃദയ പരിശോധന നടത്തണം. അതിൽ കുറഞ്ഞത് രക്തപരിശോധന, ലിപ്പിഡ് പ്രൊഫൈൽ, ട്രെഡ്മിൽ അല്ലെങ്കിൽ സ്ട്രെസ് ടെസ്റ്റ്, എക്കോ കാർഡിയോഗ്രാം എന്നിവ ഉൾപ്പെടുന്നു. ആഴത്തിലുള്ള വിലയിരുത്തലിനായി കൂടുതൽ പരിശോധനകൾ നിർദ്ദേശിച്ചയക്കാവുന്ന ഒരു കാർഡിയോളജിസ്റ്റുമായി നിങ്ങളുടെ പ്രശ്നങ്ങൾ വിലയിരുത്തുക. എന്തൊക്കെയാണ് ഇതിന്റെ അപകടകരങ്ങൾ? പ്രായവുമായി ബന്ധപ്പെട്ട ട്രിഗറുകൾ, പ്രമേഹം, പൊണ്ണത്തടി, ഹൃദ്രോഗത്തിന്റെ കുടുംബചരിത്രം, ഉയർന്ന രക്തസമ്മർദ്ദം, ഉയർന്ന കൊളസ്ട്രോൾ അളവ്, ഉദാസീനമായ ജീവിതശൈലി, പുകവലി അല്ലെങ്കിൽ മദ്യപാനം എന്നിവയുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം. നിശബ്ദമായ ഹൃദയാഘാതം അത് കടന്നുപോയി ശ്രദ്ധിക്കപ്പെടാതെ രണ്ടാമത്തെ സംഭവത്തിൽ അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു. ഇത് സങ്കീർണവും ഹൃദയസ്തംഭനത്തിലേക്കും നയിച്ചേക്കാം. ഖേദിക്കുന്നതിനേക്കാൾ എപ്പോഴും സുരക്ഷിതരായിരിക്കുന്നതാണ് നല്ലത്. Stay healthy. Follow for more.